സസ്പെൻഷൻ റദ്ദാക്കണമെന്ന ADGP MR അജിത് കുമാറിന്റെ വാദങ്ങൾ തള്ളി സർക്കാർ. ഗൺമാൻ കേസിലെ അജിത് കുമാറിന്റെ സസ്പെൻഷൻ SIT റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലെന്ന് സർക്കാർ. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സസ്പെൻഷൻ ഉത്തരവിൽ ഒപ്പിടാൻ ചീഫ് സെക്രട്ടറിക്ക് അധികാരമുണ്ടെന്നും സർക്കാർ. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്താണ് വിവരങ്ങൾ? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ തന്റെ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് MR അജിത് കുമാർ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ ഒരു മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത്. അത് പറയുന്നത് SIT ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് അജിത് കുമാറിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ഇടപെട്ടുകൊണ്ടുള്ള ചില ഇടപെടലുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ അജിത് കുമാർ നടത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, മൊഴികൾ മാറ്റാനുള്ള ശ്രമം അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് SIT കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലാണ് സസ്പെൻഷൻ നടപടി കൈക്കൊണ്ടിട്ടുള്ളത്. മാത്രമല്ല, രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള MR അജിത് കുമാറിന്റെ വാദം പൂർണ്ണമായിട്ടും തെറ്റാണ്. മുഖ്യമന്ത്രി ഈ സസ്പെൻഷൻ ഉത്തരവിൽ ഒപ്പിട്ടിട്ടില്ലെന്ന തെറ്റാണ്. കാരണം മുഖ്യമന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ പ്രൊമോഷൻ തടയാനായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് തന്നെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ള MR അജിത് കുമാറിന്റെ വാദം അത് തെറ്റാണ്. അത്തരത്തിലുള്ള ചട്ടലംഘനങ്ങളൊന്നും ഈ സസ്പെൻഷൻ നടപടിയിൽ ഉണ്ടായിട്ടില്ല. ഇതുൾപ്പെടെയുള്ള വിശദീകരണമാണ് സംസ്ഥാന സർക്കാർ ഇന്ന് മറുപടി സത്യവാങ്മൂലത്തിലൂടെ CAT-യിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഹർജി CAT നിലവിൽ 3-ാം തീയതി വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. സസ്പെൻഷൻ അടിയന്തരമായിട്ട് സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം കൂടി MR അജിത് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാനായിട്ടുള്ള നടപടിയും ഇടപെടലും അജിത് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് SIT നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. തെളിവുകൾ അടക്കം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. ശരി, സസ്പെൻഷൻ റദ്ദാക്കണമെന്ന ADGP MR അജിത് കുമാറിന്റെ വാദങ്ങൾ സർക്കാർ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. രേഷ്മ ബാബുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.